ഇന്നലെ രാവിലെ തന്നെ ഞാൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അത് നമ്മുടെ അർജുൻ്റെ അനിയനുമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ അർജുൻ്റെ അനിയൻ ഈ സായി കൃഷ്ണയെ വിളിച്ചിട്ട് ചേട്ടൻ വരണം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് ഈ സായി കൃഷ്ണ അവിടെ പോകുന്നതും ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ അനിയൻ പറയുന്നുണ്ട് ഇവർ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കിനെ കുറിച്ച്. അത് അവരുടെ വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് നോക്കി അറിയാൻ പറ്റും. അത്ര മോശമായിട്ടാണ് ഓരോരുത്തർ ഓരോ കമൻറ്റ് അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലെ മിക്കവാറും എല്ലാ ആൾക്കാരും മെഡിസിൻ എടുത്തിട്ടാണ്, അവർക്ക് ഉറങ്ങാൻ വരെ പറ്റുന്നില്ല. മെഡിസിൻ എടുത്തിട്ടാണ് അവർ ഉറങ്ങുന്നത്. അത്ര ഭീകരമായൊരവസ്ഥയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ആ വീഡിയോയുടെ കുറച്ച് ഞാനിവിടെ വയ്ക്കാം. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ഫസ്റ്റ്, അതായത് ഏട്ടനെ കണ്ട് കിട്ടാത്ത സമയത്തുണ്ടായിരുന്നു ആദ്യഘട്ടം. ആ സമയത്ത് ഒരു ആർമീൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയ സമയത്തായിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്തൊന്നും അത് വില വെച്ചില്ല. കാരണം നമുക്ക് ഏട്ടൻ്റെ സാലറീനെ കുറിച്ചിട്ടൊരു വീഡിയോ വന്നിരുന്നു. ഈ ഏട്ടന് 75,000 ശമ്പളമോ, അനിയന്മാരെ പഠിത്തോ അനിയത്തിമാരെ പഠിത്തോ എങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് എന്നിട്ട് എനിക്ക് പറയുന്ന വീഡിയോ അത് ഒരു പക്ഷേ സാലറി എന്തെങ്കിലും ആവട്ടെ, ഈ മനൊക്കെ കൊടുക്കുക സാലറി. പക്ഷേ അതിന് ഞങ്ങൾക്ക് വരുന്നൊരു മാനസിക പ്രശ്നമുണ്ട്. അറിയാത്ത നമ്പർ നിൻ്റെ സ്പ്രെഡായിപ്പോയി, എൻ്റെ നമ്പർ. എൻ്റെ ഫ്രണ്ട്സ് വരെ എന്നെ വിളിച്ച് ചോദിക്കുക, ഈ ഏട്ടനെ ഊറ്റിയിട്ട് ഇത്രയും കാലം ജീവിച്ചില്ലേന്ന്. അതായത് ഏട്ടൻ്റെ ഒരു സമാധാന ജീവിതങ്ങൾ അനിയത്തിമാരോ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യം അത്. ഏട്ടനെ ഞങ്ങൾ അത്രയ്ക്കും എൻ്റെ നാട്ടിലുള്ള ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഞങ്ങൾ ജീവിച്ചു വന്ന സന്ദർഭം. അച്ഛനും അമ്മയ്ക്കും, അമ്മയ്ക്ക് ടൈലറിങ്ങിന്, അച്ഛന് കൂലിപ്പണിയും. ആ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത്ര ആക്കിയത് ഞങ്ങൾ 4 മക്കളെയും കഷ്ടപ്പെട്ട് പോയിട്ട് തന്നെ അച്ഛന് അതിൻ്റെ ഇടയ്ക്ക് ഒരു അപകടം പറ്റി. കിണറ്റിൽ, സ്വന്തം വീട്ടിലെ കിണറ്റ് നന്നാക്കി കയറുമ്പോഴേനും അച്ഛൻ കിണറ്റിൽ വീണു. അതിനുശേഷം ഏട്ടനാണ് +2 പഠിത്തം നിർത്തിയിട്ട് എൻ്റെ ഏച്ചിമാരിൻ്റെ പഠിത്തമൊക്കെ നിർത്തിയത്. ഈ ഒരു +2 കാലഘട്ടത്തിന് ശേഷം ഏട്ടൻ്റെ, അതായത് ഞാനൊക്കെ അന്ന് കൊച്ചു കുഞ്ഞ്, ഒരു 4ാം ക്ലാസ്സിലാണ് ഞങ്ങൾ. ഞാനും ഏട്ടനും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ ഒരു ഏച്ചീനെ പഠിക്കാനുള്ള കാര്യങ്ങളും, അവൾ നന്നായി പഠിക്കുന്ന ഏച്ചിയാണ്. അതായത് അവൾ 8 വർഷത്തോളം ഒരു കോച്ചിങ്ങിന് തന്നെ പോയിട്ട് ബാങ്ക് ഓഫ് ബറോഡയിൽ അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന ആളാണ്, അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് പൊസിഷനിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ജോലി കിട്ടണമെങ്കിൽ ഓൾ എടുത്ത എഫേർട്ട് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി. 8 വർഷം വേറെ ഒന്നിനും ചിന്തിക്കാതെ ഓൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെ ഒരു പൊസിഷനിലെത്തി. ഓൾക്കൊന്നും ഇപ്പോൾ ഒരു പുറം ലോകത്തെ ഇറങ്ങാൻ പറ്റുന്നില്ല. ഓളോടൊക്കെ ഇന്ന് രാവിലെ ഓൾക്കൊരു കോൾ വന്നിട്ടുണ്ട്. അത് ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ നിന്നാൽ ഒരു 10-100 നമ്പർ ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കണം. അത്രയ്ക്ക് ഞങ്ങൾ നമ്പർ സ്പ്രെഡായി. വിളിച്ച് ചോദിക്കുന്നതാണ് അത് മനാഫിനെ വേണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് എന്താ വെച്ചാൽ, നിങ്ങൾ അർജുൻ്റെ വീട്ടിൽ എല്ലാ മാസം അവസാനം ചെല്ലല്ലേന്ന് അർജുൻ്റെ പൈസ കിട്ടാൻ. എൻ്റെ ഏച്ചിക്ക് അതായത് ജീവിക്കാൻ എൻ്റെ ഏച്ചി ഏത് പൊസിഷനിലാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ഞങ്ങൾക്ക് അർജുൻ്റെ ശമ്പളം ഊറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ മാസവും വരല്ലേ എൻ്റെ ഏച്ചിനോട് ചോദിക്കുക. ഇതിന് ശേഷം ഇവരൊരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വാർത്താ സമ്മേളനത്തിൽ ഇവർ പറയുന്നത് മനാഫിൻ്റെ പല പരാമർശങ്ങളും പല ചാനലുകൾക്കും കൊടുക്കുന്ന ഇൻ്റർവ്യൂകളാണ് ഇപ്പോൾ ഇവർക്ക് പ്രശ്നമായിട്ടുള്ളത്. കാരണം മനാഫ് പറയുന്ന പല കാര്യങ്ങളും ഇവർക്ക് നെഗറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അർജുന് മാസം 75,000 രൂപ കിട്ടിയിട്ടും തികയുന്നില്ല, വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുവാണ്. അപ്പോൾ മാസം അവസാനമാകുമ്പോൾ പിന്നെയും അവൻ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് എന്നൊക്കെ മനാഫ് പറയുന്നുണ്ട്. അത് അങ്ങനത്തെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, മനാഫ് പറയുന്നതിലും ഒരു തെറ്റുണ്ടോയെന്ന് അറിയില്ല. കാരണം ഈ ബ്രദർ പറയുന്നുണ്ട്, അർജുൻ്റെ ബ്രദർ പറയുന്നുണ്ട്, ആ കുട്ടി 4ലോ 5ലോ പഠിക്കുന്ന സമയത്താണ് അച്ഛന് അപകടം പറ്റുന്നത്. അമ്മയാണെങ്കിൽ ടൈലറിങ് ചെയ്യുന്ന ഒരു ലേഡിയാണ്, അച്ഛൻ കൂലിപ്പണിക്കാരൻ. അപ്പോൾ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഇവരെല്ലാവരും ഉള്ളത്. അപ്പോൾ +2 പഠിക്കുന്ന അർജുൻ ആ സമയത്ത് ജോലിക്ക് ഇറങ്ങുകയും പിന്നെ വീടിന് വേണ്ടിയെല്ലാം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇവരെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തുന്നത് വരെ അർജുൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. അത് നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായൊരു കാര്യമാണ്. വീട്ടിൽ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളപ്പോൾ മുതിർന്ന കുട്ടികൾ അവർ ഒരു കാര്യപ്രാപ്തി വന്നു കഴിയുമ്പം ഇറങ്ങുകയും ജോലിക്ക് പോവുകയും വീടിൻ്റെ കാര്യം നോക്കുകയും എല്ലാം ചെയ്യും. അത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. അച്ഛനും അമ്മയും സാമ്പത്തികമായിട്ട് പിന്നോക്കം ഉണ്ടെങ്കിൽ മുതിർന്ന കുട്ടികൾ ഇതേപോലെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അർജുൻ അത് കൃത്യമായി ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെയുള്ള കഥകൾ എപ്പോഴെങ്കിലും പറഞ്ഞതായിരിക്കും ഒരുപക്ഷെ മനാഫ് പറഞ്ഞിട്ടുണ്ടാവുക. ഇപ്പോൾ എല്ലാവരും സെറ്റിലായി, എല്ലാവർക്കും ജോലിയായി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരവസ്ഥയായി. അപ്പോൾ മുമ്പ് അങ്ങനെ ആയിരുന്നിരിക്കാം. ഈ ആണുങ്ങൾ മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അവരവരുടെ പ്രശ്നങ്ങൾ ഒരിക്കലും വീട്ടിൽ പറയുന്ന കാണത്തില്ല.
വീട്ടിലെ അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ഒന്നും ഷെയർ ചെയ്യില്ല. പക്ഷേ ഒരാൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും, ഏറ്റവും അടുപ്പുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പം അതേപോലെ അർജുൻ മനാഫിൻ്റെ അടുത്ത് ഷെയർ ചെയ്തിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മനാഫ് വന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മനാഫിൻ്റെ ഭാഗത്തും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പോൾ ഈ അർജുൻ്റെ വീട്ടുകാരും അത്ര ദുഷ്ടന്മാരോ കണ്ണിച്ചോരയില്ലാത്തവരോ ഒന്നും അല്ല. ഈ ചില സാഹചര്യങ്ങൾ കൊണ്ട് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനാഫ് നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്ന പലതും ഇവർക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഇവർക്ക് നെഗറ്റീവായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എന്താ, ഇത് കേൾക്കുന്ന ആൾക്കാർ ഇടുന്ന കമൻറ്റുകളാണ് ഇവർക്ക് നെഗറ്റീവായിട്ട് വരുന്നത്. കേൾക്കുന്ന ആൾക്കാർ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അപ്പോൾ പിന്നെ മനാഫ് പറഞ്ഞു കുട്ടിയെ എൻ്റെ മോനെ പോലെ വളർത്തും എന്ന്. അതും എനിക്ക് തോന്നുന്നത് നമ്മൾ ഭയങ്കര വൈകാരികമായി ചില സമയത്തൊക്കെ പറയില്ലേ. ഇപ്പോൾ ഒരു അമ്മയുടെ മകൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മകൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് പറയില്ലേ, അമ്മ വിഷമിക്കണ്ട, അമ്മയ്ക്ക് ഞങ്ങളെ മകനായിട്ട് കാണാം, അമ്മയുടെ എന്താവശ്യത്തിന് ഞങ്ങളെ വിളിച്ചോളൂ എന്ന് പറയുന്ന അതേപോലെയുള്ളൂ. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയി, അപ്പോൾ ഇനി അവനെ എൻ്റെ മകനെ പോലെ ഞാൻ നോക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കും, അത്രയേ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ പോലും അർജുൻ്റെ വീട്ടുകാരെ നമുക്ക് കുറ്റം പറയേണ്ട കാര്യമില്ല. അവരിപ്പോൾ കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥയും അവരുടെ ഒരു അവസ്ഥയും വെച്ചിട്ട് നമ്മൾ അവരെ ആവശ്യമില്ലാതെ കുറ്റം പറയാതിരിക്കുക, അവരെ ജീവിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ ചിലർ കമൻറ്റിൽ പറയുന്നുണ്ട് പിന്നെ ഒരു തുള്ളി കണ്ണീര് പോലും വന്നില്ല, കരയുന്ന കണ്ടില്ല എന്ന്. അതാണ് ഏറ്റവും മോശമായ അവസ്ഥ. ഒരാൾക്ക് ഒരു വലിയ ആഘാതം ജീവിതത്തിൽ സംഭവിച്ചിട്ട് അവർക്ക് കരയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശമായ ഒരവസ്ഥയാണ്. നമുക്ക് ഒരു വിഷമം വന്നത് നമ്മൾ കരഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. അപ്പോൾ അവർക്ക് കരയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ വളരെ വലിയൊരു മാനസിക സംഘർഷത്തിലാണ് ഉള്ളത്. അപ്പോൾ ദയവേത് കമൻറ്റുകൾ ഇട്ടിട്ടും മറ്റു കാര്യങ്ങൾ പറഞ്ഞും അവരെ ഉപദ്രവിക്കാതിരിക്കുക, അവരെ അവരുടെ വഴിക്ക് വിടുക, അവർ ജീവിച്ചോട്ടെ. ഇതുപോലെയുള്ള കടന്നുകയറ്റങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാം വേണം. പക്ഷേ അവർക്ക് ഒരു സ്വസ്ഥത ആവശ്യമുള്ള സമയത്ത് അവരെ വെറുതെ വിടുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഇട്ട വീഡിയോയുടെ താഴെ വന്നിട്ടും ഇതേപോലെയുള്ള നെഗറ്റീവ് കമൻസ് ഒന്നും ആ വീട്ടുകാർക്കെതിരെയോ മനാഫിനെതിരെയോ ഒന്നും പറയാതിരിക്കുക. കാരണം ഇതാരും മനഃപൂർവ്വം വേണ്ടിയിട്ട് ചെയ്യുന്നതൊന്നുമല്ല. ചില സിറ്റുവേഷൻ അങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെയെല്ലാം സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ ഈ കമൻറ്റിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്, പെങ്ങളും ഭർത്താവും പറ്റിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാം? അവരൊക്കെ എങ്ങനെയാണ്? അവരെല്ലാം ഭയങ്കര സ്നേഹത്തോടെ ജീവിക്കുന്ന ആൾക്കാരായിരിക്കൂലേ. ഇപ്പോൾ നമ്മളെപ്പോഴും കണ്ടത് മനാഫിനെയാണ് അവിടെ. പക്ഷേ അർജുൻ്റെ സഹോദരനും ഈ ബ്രദർ ഇൻ ലോയും എല്ലാം അവിടെ ഉണ്ടായിരുന്നു, അവരും പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ആരും വെറുതെ നിന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല, എല്ലാവരും. പിന്നെ ഈ അർജുൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ അവരുടെ കടമയാണ്, അവരത് ചെയ്തേ മതിയാവൂ. അർജുനു വേണ്ടിയിട്ട് അവരത് ചെയ്തേ മതിയാവും. പക്ഷേ മനാഫിന് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാതെ വീട്ടിൽ പോയി സുഖമായിട്ടിരിക്കുമായിരുന്നു. ആരും അല്ലാതിരുന്നിട്ട് പോലും അയാൾ എടുത്തൊരു എഫേർട്ട്, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതെ പറ്റില്ല. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാവരും ദുഷ്ടന്മാരായിട്ടോ കണ്ണിച്ചോരയില്ലാത്തവരായിട്ടോ ഒന്നുമല്ല. ചില സിറ്റുവേഷൻ, ചില സാഹചര്യങ്ങളിൽ ചില ആൾക്കാർ അങ്ങനെയെല്ലാം അവർക്ക് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ ഇത് തന്നെ രണ്ടു കൂട്ടരും ദ്രോഹം വരണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടായി പോകുന്നതാണ്. ദയവേത് അവരെ ഉപദ്രവിക്കാതിരിക്കുക, വെറുതെ വിടുക, അവരുടെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ.